രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് ഇന്നത്തെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. പൊന്നി വരുന്നില്ല, അവൾക്ക് ഇന്ന് ഒട്ടും വയ്യ, അതുകൊണ്ട് അവൾ വരുന്നില്ല. അപ്പോൾ ഞാനും അമ്മയും കൂടെ കുളിച്ച് റെഡിയായി ഞങ്ങൾ പോയി. അപ്പോൾ ഓട്ടോയിലാണ് ഇന്ന് പോകുന്നത്. അമ്മയ്ക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഓട്ടോ പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം അമ്പലത്തിലോട്ട് എത്താറായി. റോഡിൽ തിരക്കുകളൊക്കെ കുറവാണ്. രാവിലെ തന്നെ പോയതുകൊണ്ട് 6 മണിക്കാണ് ഞങ്ങളുടെ യാത്രയായിരുന്നത്. അപ്പോൾ അതാ ഈ ഒരു ബോർഡൊക്കെ കണ്ടില്ല, ഇതാണ് ആറ്റുകാലമ്മ ക്ഷേത്രം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങി. വഴിയോരത്തെല്ലാം വേറെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ, ടൂറിസ്റ്റ് ബസ്സുകളിലെല്ലാം ഈ ക്ഷേത്ര ദർശനത്തിനായി വന്നിട്ടുണ്ടായിരുന്നു. സൈഡിലെല്ലാം ഒതുക്കിയിട്ട് അവർ ഫുഡൊക്കെ കഴിക്കുകയും അവർ തനിയെ ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടോട്ട് എത്തിക്കഴിഞ്ഞിട്ടാണ് തിരക്കായിരുന്നു. ഇത് അമ്മ നേർന്നൊരു നേർച്ചയാണ്, ദേവിയുടെ കാല് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്. ഇതാണ് ദേവിയുടെ ഒരു കാലിൻ്റെ രൂപം. അതിവിടെ വാങ്ങാൻ കിട്ടും. അത് വാങ്ങി നമ്മൾ കാണിക്കുകയും ചെയ്തിട്ട് ഇടണം. അതിന് നേർച്ചയാണ്. നമുക്ക് കാല് വേദന വരുന്നത് കാലിൻ്റെ രൂപം വാങ്ങിയിടാം. അങ്ങനെയൊക്കെയുണ്ട്. അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങി. അടുത്ത് വെളിയിൽ വെടി വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഒന്ന് നമ്മൾ ടോക്കണൊക്കെ എടുത്ത് പൈസയൊക്കെ അടയ്ക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ ഒരു ബോർഡ് വെച്ചിരുന്നു, വെടി വഴിപാടെന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് ഞങ്ങൾ അടുത്ത് പോകുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ കോഫി ഹൗസിലോട്ട് കയറി. അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് പൂരിയൊക്കെ ഓർഡർ ചെയ്ത്. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ണിക്കുട്ടൻ കൂടെ ഉണ്ടായിരുന്നു, അതായത് അമ്മയുടെ നാത്തൂൻ്റെ മകൻ്റെ മകനാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് പോയത് ഈ അമ്പലത്തിലോട്ട്. അപ്പോൾ ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ട് നേരെ, അവനറിയാതെയാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. ഇനി അവൻ കാണുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഞങ്ങൾ പൂരിയൊക്കെ പൂരിയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചത്. ഈ ഒരു റെഡ് കളർ കറി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ അവരുടെ പൂരിക്ക് കഴിക്കുന്ന പല്ലിയ എന്ന് പറയുന്ന കറിയാണ്. അത് യെല്ലോ കളർ അവിടെ ഇവിടെ ട്രിവാൻഡ്രത്തെത്തിയപ്പോൾ അത് റെഡ് കളറായി തോന്നുന്നു. കൂടെ ഒരു പരിപ്പ് കൂടെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല എന്ന് പറയാം. ബാക്കി ഞങ്ങൾ അങ്ങനെ പൂരിയൊക്കെ കഴിച്ച് പിന്നെ നല്ലൊരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു വന്നു. ഓട്ടോയിൽ തന്നെയാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ തിരിച്ച് യാത്രയായി. അപ്പോൾ ഈ വരുന്ന വഴിക്ക് ഞങ്ങൾ വഴിയിൽ കുറച്ച് മീൻ വിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് മീനും കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി നേരെ നമ്മൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള മീനായിരുന്നു എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൽ ഏതോ 2-3 ഐറ്റമൊക്കെ കുറച്ചൊക്കെ വാങ്ങി. അതിലേക്ക് നല്ല പച്ച പടപടാന്ന് പടയ്ക്കുന്ന മീനായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഇതൊന്നും അത്ര ഫ്രഷായിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഇവിടെ വരുമ്പോൾ ഒരു ഇഷ്ടം മീൻ വാങ്ങാനായിട്ട്. അപ്പോൾ ഇവിടെ മീൻ കണ്ടാലും ഞങ്ങളത് വാങ്ങും. അപ്പോൾ ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് തിരിച്ച് വരാൻ തുടങ്ങി. നല്ല ചൂടുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നല്ല ചൂടാണ് നാട്ടിലൊക്കെ. പിന്നെ ഞങ്ങൾ നേരെ വരുമ്പോൾ കുട്ടൻ ചേട്ടൻ്റെ പട്ടി ഓടി വരുവാണ്. നമ്മളെ കണ്ടത് ഓടി വന്നു.